ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട്. അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളതാണ്. പത്തലായിരുന്നു. അങ്ങനെ പത്തൽ കുഴച്ചിട്ട് ഉണ്ടയൊക്കെ ആക്കി വെച്ചിട്ട് ചുടുന്നുള്ളതാണ്. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ കടലക്കറിയും ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഇന്നേക്ക് മുട്ടക്കറിയാണ്. അങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നി ഇന്നത്തെ ഒരു ഡേ എടുക്കാം, അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ അത് പത്തലിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പ്രസ്സറിൽ. ഇവിടെ ഒരാളിതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അപ്പം കൊടുത്തിട്ട് കഴിക്കുന്നുള്ളതാണ്. പിന്നെ കറി ഉണ്ടാക്കാൻ പോവുകയാണ്, മുട്ടക്കറി. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ട അരവ് തയ്യാറാക്കുന്നുള്ളതാണ്. തേങ്ങ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള മല്ലിയും മുളകും പുളിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നിച്ച് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ചിലവർ ഇങ്ങനല്ല, തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കാറ്. അപ്പോൾ അതെനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരാളെ കണ്ടോ, രാവിലെ തന്നെ വെള്ളത്തിൽ കളിക്കുന്നുള്ളതാണ്. ഇവക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും അലക്കാൻ വന്നാൽ അവരൊന്നിച്ച് തന്നെ വരും, എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് അലക്കുന്ന പോലെ ചെയ്യുന്നുള്ളതാണ്. ചുമയൊക്കെ ആയതുകൊണ്ട് മരുന്ന് കുടിക്കുന്ന ആളാണ് വെള്ളത്തിൽ കളിക്കുന്നത്. അല്ല, നിക്കല്ലേ, മരുന്ന് കുടിക്കാനല്ലോ ഇല്ലേ? ബാ ഏയ് ദാ ഷു 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 എന്തേ? ഏയ് അമ്മു വന്നിട്ടുണ്ടായിരുന്നു. അമ്മു എടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളതാണ്. പത്തലും കടലക്കറിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഫിയും ആയിരുന്നു. പിന്നെ ഉച്ചയാകുമ്പോൾ കിയാരയ്ക്ക് ചോറ് കൊടുക്കുന്നുള്ളതാണ്. ചോറൊക്കെ കഴിച്ചിട്ട് ആൾ നല്ല ഉറക്കമായിരുന്നു. രാവിലെ എഴുന്നേറ്റത് കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറിയും മാങ്ങ അച്ചാറും ആയിരുന്നു, കഞ്ഞിയും. പിന്നെ ഉറക്കം എഴുന്നേറ്റതിന് ശേഷം ആൾക്ക് പഴം കൊടുത്തതായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾ മുഴുവനായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പകുതി എനിക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കല്യാണം പറയാൻ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിതാ നടക്കുന്നുള്ളതാണ്. ഇവളോടൊന്ന് ചിരിക്കാൻ പറയുവാണ് ഞാൻ. ചിരിക്കുന്നുമില്ല. ചിരിക്കണം എന്നുണ്ട്, എന്നാലും ചിരിക്കില്ല എന്നാണ്. ഇതുവഴിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ വീട്ടിലാണെങ്കിൽ ആളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരേട്ടനെ. അപ്പോൾ അവരാണ് കിയാരയ്ക്ക് ഒരു കേക്ക് കൊടുത്തത്. അവരുടെ വൈഫും ഉണ്ടായിരുന്നു. അങ്ങനെ കിയാരയ്ക്ക് ഇത് മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ആൾക്ക് ചുമയായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു വീട്ടിലെത്തിയതാണ്. ഇവിടുത്തെ ഒരു കുട്ടി ഇവളെ കണ്ടിട്ട് ഒളിക്കുന്നുണ്ടായിരുന്നു, കാരണം ഇവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അവിടെ. ആ ഒരു കുട്ടി എൻ്റെ ഉമ്മേൻ്റെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു ഇവളെ കണ്ടതോടെ. പിന്നെ വേറൊരു വീട്ടിലെത്തിയിട്ട് ഇതാണ് അവസ്ഥ. അവിടുത്തെ ആ ഒരു ഷെൽഫ് തുറക്കുന്നുള്ളതാണ്. പിന്നെ അവിടുന്ന് നമുക്ക് ഓറഞ്ച് ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഉമ്മ തന്നെയാണ് പറഞ്ഞത് ഇവളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വ്യൂ നല്ല രസമായിരുന്നു, വരച്ചതാണ് ആരോ. പിന്നെ ഇത് അമ്മൂൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടാണ്. ഇവിടെ വന്നിട്ട് ഇവർക്ക് പരിചയമുണ്ട്. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഫുള്ള് പുറത്ത് തന്നെ ആയിരുന്നു. ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പ് എന്തോ മിസ്സിങ് ആണ് ഇവളുടെ, എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഇത് അകത്ത് കയറിയിട്ട് മാച്ചി എടുത്തിട്ട് വന്നതാണ്. മാച്ചി മീൻസ് ചൂല്, നമ്മൾ മാച്ചി എന്നാണ് പറയാറ്. അപ്പോൾ അതെടുത്തിട്ട് അടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അടിക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ടാണോ നീ അടിക്കുന്നതെന്ന്. ഭയങ്കര കുരുത്തക്കേടാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കുരുത്തക്കേടുണ്ട് എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഫാത്തിമേൻ്റെ വീട്ടിലെത്തിയതാണ്. അവിടെ നിന്ന് ഹോർലിക്സൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇവക്ക് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്, പഴുത്ത മാങ്ങ. അപ്പം അത് കഴിക്കുന്നുള്ളതാണ്. വിളിക്ക്. പിന്നെ കുറച്ച് സമയം സ്നേഹപ്രകടനമായിരുന്നു. എന്നെ ഹഗ് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് ഇവളൊന്നിച്ച് ഇങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിയിൽ ഹസ്ബൻഡിൻ്റെ ഒരു കസിനും അവരുടെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് കളിക്കുന്നുള്ളതാണ്.
പിന്നെ അവർ പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മുൻ്റെ സ്പെഷ്യൽ മുട്ട പൊരിച്ചിയാണിത്. പിന്നെ ഇവളുടെ കുർത്തക്കേട് ഇതൊക്കെയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് അത് എറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പോൾ ദേഷ്യം വന്നിട്ട് അത് എറിഞ്ഞിട്ട് അവിടെയുള്ള ആ ഒരു ഇത് കടിക്കുന്നുള്ളതാണ്. അപ്പോൾ നല്ലോണം ദേഷ്യം വന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോവുകയും ചെയ്തു അമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.